അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എ4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 2025 USS എക്സാം എഴുതാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒന്നാം ഭാഷ അറബി നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലെ ആദ്യ 50 ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ടീച്ചറുടെ ചാനൽ കയറിയിട്ട് ആ വീഡിയോ കണ്ടു നോക്കണേ. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിക്കൊണ്ട് ടീച്ചർ കൊടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ആ ലിങ്കിൽ കയറിയിട്ട് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോക്കൂ, 51ാമത്തെ ചോദ്യം, മുഹമ്മദ് ഫാദിൽ സുലൈമാൻ യുറഫു ബി ഇസ്മി ഡേഷ്. മുഹമ്മദ് ഫാദിൽ സുലൈമാൻ അദ്ദേഹം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നാണ് ചോദ്യം. ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ അദീബ് തുഫൂല, കുട്ടിത്തത്തിൻ്റെ കവി അല്ലെങ്കിൽ കുട്ടിത്തത്തിൻ്റെ സാഹിത്യകാരൻ എന്നാണ്. അദീബുൽ ആലം, ലോകത്തിൻ്റെ സാഹിത്യകാരൻ. അതുപോലെ തന്നെ ഷാഇറുൽ ഇൽമിയ, വൈജ്ഞാനികമായിട്ടുള്ള കവി. ഷാഇറുൽ ഹിന്ദിയ, ഇന്ത്യൻ കവി. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ. ഇതിൽ ഏതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്? മുഹമ്മദ് ഫാദിൽ സുലൈമാൻ എന്ന് പറയുന്നത് അദീബ് തുഫൂല അല്ലെ, ഓപ്ഷൻ എ ആണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. കുട്ടിത്തത്തിൻ്റെ സാഹിത്യകാരൻ, അതിൻ്റെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ. 52ാമത്തെ ചോദ്യം നോക്കൂ. ഐന വുലിദ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി പോർബന്ദർ, ഓപ്ഷൻ സി ഇലാഹാബാദ്, ഓപ്ഷൻ ഡി കാശ്മീർ. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 53ാമത്തെ ചോദ്യം നോക്കൂ. മൻ ഇഖ്തറ ആലത്തു ടെലിഗ്രാഫ് മെഷീൻ, അത് കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തോമസ് ആൽവ എഡിസൺ, ഓപ്ഷൻ ബി ഐസക് ന്യൂട്ടൺ, ഓപ്ഷൻ സി ഗലീലിയോ ഗലീലി, ഓപ്ഷൻ ഡി രാമാനുജൻ. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ തോമസ് ആൽവ എഡിസൺ ആണ് കേട്ടോ. 54ാമത്തെ ചോദ്യം നോക്കൂ. ഐന വുലിദ അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദ് എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി മക്ക, ഓപ്ഷൻ സി കാശ്മീർ, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. മക്കയിലാണ് അബുൽ കലാം ആസാദ് ജനിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി 55ാമത്തെ ചോദ്യം നോക്കൂ. യർജിഉ ത്വാലിബു ഇല ഡാഷ്. വിദ്യാർത്ഥി മടങ്ങുന്നു, വീട്ടിലേക്ക് മടങ്ങുന്നു എന്നാണ് പറയേണ്ടത്. ഓപ്ഷൻസ് നോക്കൂ. മൻസിലുൻ, അൽബൈത്തി, അൽബൈത്ത. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ. ഇവിടെ ഓപ്ഷൻ സി അൽബൈത്തി എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. കാരണം ഇല എന്ന് പറയുന്ന ജെറിൻ്റെ ഹർഫ് അറിയാലോ, അൻ അല, മിൻ ഇല, ഫി ബി ലി. ഈ ഹർഫിന് ശേഷം വരുന്ന ഇസ്മിന് അഥവാ നൗണിന് അതിൻ്റെ ശേഷം കിസ്റായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇലൽ ബൈത്തി എന്നാണ് പറയേണ്ടത് കേട്ടോ. യർജിഉ ത്വാലിബു ഇലൽ ബൈത്തി എന്നാണ് പറയാം. 56ാമത്തെ ചോദ്യം. ഇഖ്തറൽ ഖാരിജ മിനൽ മജ്മുഅത്തി. താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, അൽ മക്കാൻ, ഓപ്ഷൻ ബി കലിമത്ത് ശുക്ർ, ഓപ്ഷൻ സി അത്തഹിയത്ത്, ഓപ്ഷൻ ഡി അൽ മുർസിൽ. അപ്പോൾ ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, കലിമത്ത് ശുക്ർ എന്നുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത്, കത്ത് എഴുതുന്ന സമയത്ത് അതിൽ വരുന്നതാണ്. അൽ മക്കാൻ എന്ന് പറഞ്ഞ പ്ലേസ്, അതുപോലെ തന്നെ തഹിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിൽ എഴുതുമല്ലോ, തഹിയത്തൻ തൊയ്യബത്തൻ മുബാറക്കത്തൻ വബാദ എന്നൊക്കെ എഴുതുമല്ലോ, ആ ഒരു അഭിവാദ്യം അർപ്പിക്കുക, അതിനാണ് ശരിക്കും തഹിയത്ത് എന്ന് പറയുന്നത് കേട്ടോ. അൽ മുർസിൽ എന്ന് പറഞ്ഞാൽ ആരാണ് കത്ത് അയക്കുന്നത് അവർക്കാണ് മുർസിൽ എന്ന് പറയാം. എന്നാൽ കലിമത്ത് ശുക്ർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നന്ദി പറയുമല്ലോ, ഒരു പ്രോഗ്രാമിലൊക്കെ നന്ദി അർപ്പിക്കുക, അതിനാണ് കലിമത്ത് ശുക്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. 57ാമത്തെ ചോദ്യം. ഫി ഐ വിലായത്തിൻ തഖഉ ജാർമിനാർ. ജാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി തെലങ്കാന. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. എവിടെയാണ്? ഹൈദരാബാദിലാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 58ാമത്തെ ചോദ്യം. ഉക്തുബ് ലിദ കസീർ.
കസീർ എന്നതിൻ്റെ ലിദ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ് ചോദ്യം. കസീറുൻ എന്ന് പറഞ്ഞ ധാരാളം എന്നാണ്. അപ്പോൾ കുറച്ച് എന്നുള്ളതിന് എന്താണ് പറയുക എന്നാണ് ചോദ്യം. നോക്കൂ, ഓപ്ഷൻ എ ജമീൽ, ഓപ്ഷൻ ബി ഖലീൽ, ഓപ്ഷൻ സി കബീർ, ഓപ്ഷൻ ഡി തൊവീൽ. ഇതിൽ ഓപ്ഷൻ ബി ഖലീലുൻ എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ജമീൽ എന്ന് പറഞ്ഞ ഭംഗിയുള്ളത്, കബീർ എന്ന് പറഞ്ഞ വലിയത്, തൊവീൽ എന്ന് പറഞ്ഞ നീളമുള്ളത്. അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഖലീലുൻ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. 59ാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് ഫാത്തിമത്തു ദർസൻ, ഫാത്തിമ പാഠം എഴുതി എന്നാണ് പറയേണ്ടത്. ഓപ്ഷൻസ് നോക്കൂ. കെത്തബത്ത്, കെത്തബ്തു, ഖറഉ, ഖറഅ. ഇവിടെ ഓപ്ഷൻ എ കെത്തബത്ത് എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. കെത്തബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി എന്നാണ്. ഖറഉ അവർ വായിച്ചു, ഖറഅ അവൻ വായിച്ചു. അപ്പോൾ ഏതായിരിക്കും ശരിയുത്തരം? ഓപ്ഷൻ എ കെത്തബത്ത് എന്നുള്ളതാണ്. കെത്തബത്ത് ഫാത്തിമ ദർസൻ. 60ാമത്തെ ചോദ്യം നോക്കൂ. മൽ മുറാദ് ബിഹാദിൽ ഇഷാറ, അവിടെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ട്രാഫിക് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ്. ഓപ്ഷൻ എ മാബറുൽ മുഷാത്ത്, അതായത് കാൽനട യാത്രക്കാർ ക്രോസ് ചെയ്യേണ്ട സ്ഥലം, സീബ്ര ക്രോസിംഗ് എന്നാണ്. അൽ മദ്രസ സ്കൂള്, മഹജത്തുൽ പെട്രോൾ സ്റ്റേഷൻ, അതായത് പെട്രോൾ പമ്പ് എന്നാണ്. അതുപോലെ തന്നെ മൗഖിഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പ് എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ മൗഖിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ മഅബറുൽ മുഷാത്താണ് അല്ലേ, കാൽനട യാത്രക്കാർ ക്രോസ് ചെയ്യേണ്ട സ്ഥലം. 61ാമത്തെ ചോദ്യം. ഇഷ്തറ റജുലു, ഒരു പുരുഷൻ വാങ്ങിച്ചു. ഡാഷ് മിൻ മഹല്ലിൽ അഖ്മിഷ, ടെക്സ്റ്റൈൽസിൽ നിന്നും എന്താണ് വാങ്ങിയത് എന്നാണ്. അൽ ഖുബ്സ് എന്ന് പറഞ്ഞാൽ റൊട്ടി, അൽ ബാമിയ വെണ്ടയ്ക്ക, അൽ ഖമീസ് ഷർട്ട്, അൽ ബുർത്തുക്കാൽ ഓറഞ്ച്. ഏതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും എന്താണ് വാങ്ങിക്കാറുള്ളത്? ഷർട്ടാണ് വാങ്ങിക്കാറുള്ളത് അല്ലേ. 62ാമത്തെ ചോദ്യം. വാലിദത്തു ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരെന്താണ് എന്നാണ്. ഓപ്ഷൻ എ കമല കൗൾ, ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി സ്വരൂപ് റാണി എന്നാണ്. ഇതിലേതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. സ്വരൂപ് റാണി എന്നാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര്. 63ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തറിൽ മുത്തറാദിഫ് മിനൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും പര്യായ പദം അഥവാ സെയിം മീനിങ്ങിൽ വരുന്ന പദങ്ങൾ ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ്. നോക്കൂ. മദ്രസത്ത്, കുല്ലിയത്ത്. മദ്രസത്ത് എന്ന് പറഞ്ഞ സ്കൂൾ എന്നാണ്. കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ കോളേജ്. ഉമ്മ, വാലിദ് പിതാവ് എന്നാണ്. അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ, വാലിദത്ത് മാതാവ് എന്നാണ്. ദാറുൻ എന്ന് പറഞ്ഞാൽ വീട്, ബൈത്തുൻ എന്ന് പറഞ്ഞാലും വീട് എന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത് അല്ലേ. മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പര്യായ പദം എന്നാണ് കേട്ടോ. 64ാമത്തെ ചോദ്യം. യതീറുൽ ഉറാബു ഡാഷ് അൽ അഷ്ജാരി, കാക്ക പറക്കുന്നു മരത്തിൻ്റെ മുകളിലൂടെ എന്നാണ് പറയേണ്ടത്. ഓപ്ഷൻസ് നോക്കൂ. ഫൗക മുകളിൽ, ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ പേന കൊണ്ട് എഴുതി എന്നൊക്കെ പറയുന്നത്, അതിനാണ് ബി ഉപയോഗിക്കുന്നത്. അല എന്ന് പറഞ്ഞാൽ മേൽ അല്ലെ, മരത്തിന്മേൽ എന്നൊക്കെ പറയാനാണ് അല ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ഏതാണ്? ഫൗക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. 65ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തറിൽ ജുംലത ബിൽ ഹുറൂഫ് ഷംസിയ, ഹുറൂഫ് ഷംസിയ വരുന്ന സെൻറ്റൻസ് തിരഞ്ഞെടുക്കുവാനാണ്. നിങ്ങൾക്കറിയുമായിരിക്കും ഹുറൂഫ് ഷംസിയ എന്ന് പറഞ്ഞാൽ 14 അക്ഷരങ്ങളാണുള്ളത്. ഹുറൂഫുൽ ഖമരിയ എന്ന് പറഞ്ഞാൽ 14 അക്ഷരങ്ങൾ തന്നെയാണ്. അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണുള്ളത്. അതിലെ 14 അക്ഷരങ്ങൾ ഹുറൂഫ് ഷംസിയയും 14 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഖമരിയയുമാണ് കേട്ടോ. ഹുറൂഫ് ഷംസിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് അലിഫ് ലാം ചേർത്ത് പറയുന്ന സമയത്ത് ആ ഒരു അലിഫ് ലാമിനെ അത് ഉച്ചരിക്കാത്തത്, ഇപ്പം നമ്മൾ പറയില്ല അഷംസു, കണ്ട ആ ഒരു അഷംസു എന്ന് പറയുമ്പോൾ ആ ഒരു ലാമിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഉച്ചരിക്കുന്നില്ല. എന്നാൽ അൽ ഖമറു എന്നാണ് പറയുക. അപ്പോൾ അവിടെ നമ്മൾ ആ ലാമിന് എന്ത് ചെയ്യുന്നുണ്ട്, ഉച്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉച്ചരിക്കാതെ പറയുന്ന അക്ഷരങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്
ഹുറൂഫ് ഷംസിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അഷംസു എന്നാണ് പറയുക, അൽ ഷംസു എന്ന് പറയാറില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന പദം വന്നിട്ടുള്ളതായ സെൻറ്റൻസ് തിരഞ്ഞെടുക്കുവാനാണ് ഇവിടെ ഓപ്ഷൻ ബി ഹബതുതി തൊയ്യാറ, അതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. നിങ്ങൾ പറഞ്ഞു നോക്കൂ, ജാഅത്തിൽ ഹാഫില, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജാഅത്തിൽ ഹാഫില, ബസ് വന്നു. നമ്മൾ വായിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വായിക്കുന്നത്, ജാഅത്തിൽ ഹാഫില, കണ്ടില്ല, ആ ലാം അവിടെ ഉച്ചരിക്കുന്നുണ്ട്. തൊല അൽ ഖമറു, കണ്ടോ, തൊല അൽ ഖമറു എന്നാണ് പറയുന്നത്, അൽ ഖമറു എന്നാണ് നമ്മൾ പറയുന്നത്. പോലെ ലഹബൽ വലതു, അൽ വലതു, ലഹബൽ വലതു, ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉച്ചരിക്കുന്നുണ്ട്. എന്നാൽ ഹബത്തി തൊയ്യാറ, കണ്ടില്ല, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തൊയ്യാറയ്ക്ക് മുമ്പായിട്ട് ലാം അവിടെ നമ്മൾ ഉച്ചരിക്കുന്നില്ല. ഇങ്ങനെ വരുന്ന പദങ്ങൾ, അങ്ങനെ വരുന്ന അക്ഷരങ്ങൾക്കാണ് നമ്മൾ ഹുറൂഫ് ഷംസിയ എന്ന് പറയുന്നത് കേട്ടോ. 66ാമത്തെ ചോദ്യം, ഐന തൂഫിയ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് എവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മിസ്ർ, ഈജിപ്ത്. ഓപ്ഷൻ ബി കൂഫ. ഓപ്ഷൻ സി ഡമസ്കസ്. ഓപ്ഷൻ ഡി യാബാൻ, ജപ്പാൻ. ഇവിടെ ഓപ്ഷൻ സി ഡമസ്കസ് എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി 67ാമത്തെ ചോദ്യം നോക്കൂ. 67ാമത്തെ ചോദ്യം, ഫി അയ്യോമിൻ നെഹ്തഫിലു യോമൽ ഖമരി. ചാന്ദ്രദിനമായിക്കൊണ്ട് നാം ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ യൂലിയോ 5, ജൂലൈ 5. ഓപ്ഷൻ ബി യൂനിയോ 19, ജൂൺ 19. ഓപ്ഷൻ സി യൂലിയോ 21, ജൂലൈ 21. ഓപ്ഷൻ ഡി യൂനിയോ 21, ജൂൺ 21. എന്നാണ് നമ്മൾ ചാന്ദ്രദിനമായി കൊണ്ട് ആചരിക്കുന്നത്, ജൂലൈ 21 അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി യൂലിയോ 21 എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ, മാതാ നഖൂലുലി ട്രാഫിക് പോലീസ്. ട്രാഫിക് പോലീസ് എന്നുള്ളതിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ്. ഓപ്ഷൻ എ അൽ മദ്റജ്. ഓപ്ഷൻ ബി ഷുർത്തിയുൽ മുറൂർ. ഓപ്ഷൻ സി അസായഖ്. ഓപ്ഷൻ ഡി ഇഷാറത്തുൽ മുറൂർ. ഇവിടെ ഓപ്ഷൻ ബി ഷുർത്തിയുൽ മുറൂർ എന്നാണ് ട്രാഫിക് പോലീസുകാരന് പറയുന്നത് കേട്ടോ. ഇനി 69ാമത്തെ ചോദ്യം, മൻ ബന താജ്മഹൽ ഫി ആഗ്ര. ആഗ്രയിലെ താജ്മഹൽ ആരാണ് നിർമ്മിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അമീർ സർ, അതുപോലെ തന്നെ മലിക് ബാബർ, മലിക് ഹുമയൂൺ, മലിക് ഷാജഹാൻ. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി മലിക് ഷാജഹാൻ, അല്ലെ ഷാജഹാൻ ചക്രവർത്തിയാണ് താജ്മഹൽ എവിടെ, ആഗ്രയിൽ സ്ഥാപിച്ചത്, അല്ലെ നിർമ്മിച്ചത്. 70ാമത്തെ ചോദ്യം, ഫി അയ്യ മുഖാത്തഖത്തിൻ തഖഉ മത്താർ കാലിക്കോട്ട്. കോഴിക്കോട് വിമാനത്താവളം അഥവാ കാലിക്കറ്റ് എയർപോർട്ട് എവിടെയാണ്, ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എറണാകുളം. ഓപ്ഷൻ ബി കണ്ണൂർ. ഓപ്ഷൻ സി കാലിക്കോട്ട്. ഓപ്ഷൻ ഡി മലപ്പുറം. ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ ഡി മലപ്പുറം എന്നാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത്, അല്ലെ കരിപ്പൂർ എന്നുള്ള സ്ഥലത്താണ് കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇനി 71ാമത്തെ ചോദ്യം, ഇഖ്തറി സ്വഹീഹ. താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാനാണ്. ഷെരിബത്തുൽ ബിൻതു ഹലീബൻ, ഷെരിബത്തുൽ ബിൻതു ഹലീബിൻ, ഷെരിബൽ ബിൻതു ഹലീബൻ, ഷെരിബത്തുൽ ബിൻതു ഹലീബൻ. ഇവിടെ ഓപ്ഷൻ ഡി ഷെരിബത്തുൽ ബിൻതു ഹലീബൻ എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. പെൺകുട്ടി പാല് കുടിച്ചു എന്നാണ്. ഇവിടെ ഷെരിബ എന്ന് പറയുന്നത് ഫിയാലും, ബിൻത്ത് എന്ന് പറയുന്നത് ഫായിലും, ശേഷം വരുന്നത് മഫ്ഊലുമായിരിക്കും. മഫ്ഊലിൻ്റെ അവസാനത്തിൽ എപ്പോഴും നെസ്ബ് ആയിരിക്കും വരുന്നത്, അഥവാ ഫതഹ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഹലീബൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ രൂപത്തിലാണ് സെൻറ്റൻസ് പറയേണ്ടത്. ബാക്കിയുള്ളതെല്ലാം അവിടെ എന്താണ്, തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ ഷെരിബൽ ബിൻതു ഹലീബൻ, അല്ല അവിടെ ഷെരിബത്ത് എന്ന് വേണം. ബിൻത്ത് പെണ്ണാണ്, സ്ത്രീലിംഗമാണ്. അപ്പോൾ അവിടെ ഷെരിബ എന്ന് പറഞ്ഞാൽ പോരാ, ഷെരിബത്ത് എന്ന് തന്നെ പറയണം. അതാണ് അതിൻ്റെ തെറ്റെന്ന് പറയുന്നത്. 72ാമത്തെ ചോദ്യം, ഐനത്തഖഉ അക്ബർ മഹത്തുൽ ഖിതാർ ഫി കേരള. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷൻ എ ആലപ്പുഴ. ഓപ്ഷൻ ബി ഷൊർണൂർ. ഓപ്ഷൻ സി കൂഷിൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയാണ്. ഓപ്ഷൻ ഡി കാലിക്കോട്ട്, കോഴിക്കോട്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഷൊർണൂരാണ് കേട്ടോ. ഷൊർണൂരിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മൻ ഹുവ അവൽ വസീർ അൽ വുസറ ഇൽ മുസ്ലിം ലി വിലായത്തി കേരള. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ മുസ്ലിം വ്യക്തി, മുസ്ലിം മുഖ്യമന്ത്രി ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം. ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്.
ഓപ്ഷൻ സി സി എച്ച് മുഹമ്മദ് കോയ. ഓപ്ഷൻ ഡി അബ്ദുൾ റബ്ബ്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി സി എച്ച് മുഹമ്മദ് കോയ എന്നുള്ളതാണ് ശരിയുത്തരം കേട്ടോ. 74ാമത്തെ ചോദ്യം നോക്കൂ. കെയ്ഫ മിൻ ഡേഷ്. കെയ്ഫ എന്നുള്ളത് ഏതിൽ പെട്ടതാണ് എന്നാണ്, അഥവാ കെയ്ഫ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് എന്നാണ്. ഓപ്ഷൻ എ അദാത്തുൽ ഇസ്തിഫാമിയ, നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം. ഓപ്ഷൻ ബി അദാത്തുൽ നെസ്ബ്, ഫിഅൽ മുലാരിയെ നെസ്ബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം. അദാത്തുൽ ജറ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം. അദാത്തുൽ റഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം എന്നാണ്. ഇവിടെ ഓപ്ഷൻ എ കെയ്ഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ് കേട്ടോ. നമ്മൾ സാധാരണ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ. കെയ്ഫൽ ഹാൽ എന്നൊക്കെ ചോദിക്കുമല്ലോ, നിൻ്റെ വിശേഷം എന്ത്, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അദാത്തുൽ ഇസ്തിഫാമിയ എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. അയ്യോമിൻ നെഹ്തഫിലു അലിയോമുൽ ആലമിൽ ലോകത്തിൽ അറബിയ. ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് നാം ആചരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ ഡിസംബർ 3. ഓപ്ഷൻ ബി യൂലിയോ 21, ജൂലൈ 21. ഓപ്ഷൻ സി യനായർ 26, ജനുവരി 26. ഓപ്ഷൻ ഡി ഡിസംബർ 18. ഏതാണ് ശരിയുത്തരം? ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരം. 76ാമത്തെ ചോദ്യം. ഇഷ്തറൈതു അഹദ അഷറ ഡേഷ്. ഇഷ്തറൈതു ഞാൻ വാങ്ങിച്ചു, അഹദ അഷറ 11. ഓപ്ഷൻസ് നോക്കൂ. കലമൻ, കലമിൻ, കലമുൻ, അഖലാമുൻ. 11 പേനകൾ ഞാൻ വാങ്ങിച്ചു. എങ്ങനെയാണ് പറയേണ്ടത്? ഇഷ്തറൈതു അഹദ അഷറ കലമൻ എന്നാണ് പറയാം കേട്ടോ. ഓപ്ഷൻ എ കലമൻ എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 77ാമത്തെ ചോദ്യം. നഖ്താറു ഷാദ കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ്. ഖാരിബ്, ഖിത്തോറ്, സഫീനത്ത്, സൗറത്ത്. ഖാരിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? തോണി എന്നാണ്. ഖിത്തോറ് ട്രെയിന്, സഫീനത്ത് കപ്പൽ, സൗറക്ക് ബോട്ട്. ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ്, ഖിത്തോർ എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ് അല്ലേ. 78ാമത്തെ ചോദ്യം. ഇസ്തൈഖൽതു മിനൻ നൗമി ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ഫിസ്സാഅത്തി ഡാഷ് എന്നാണ് അല്ലേ. അപ്പോൾ അവിടെ 5 മണിക്ക് എഴുന്നേറ്റു എന്നാണ് പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്? ഫിസ്സാഅത്തിൽ ഹാമിസത്തി എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. കാരണം സാഅത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. അപ്പോൾ അതിനോട് യോജിച്ച രൂപത്തിലായിരിക്കണം അതിനുശേഷം വരുന്നതായ നാത്തായിട്ട് വരുന്ന വിശേഷണമായിട്ട് വരുന്ന പദം വരുന്നത് കേട്ടോ. ഫിസ്സാഅത്തിൽ ഹാമിസത്തി എന്നാണ്. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 79ാമത്തെ ചോദ്യം നോക്കൂ. ബന ഡേഷ് അൽ മസ്ജിദ് അൽ ജാമിഅ ഫി ഡൽഹി. ഡൽഹി ജുമാ മസ്ജിദ് ആരാണ് നിർമ്മിച്ചത് എന്നാണ്. ഓപ്ഷൻ എ മലിക് ബാബർ, ബാബർ ചക്രവർത്തി. ഓപ്ഷൻ ബി മലിക് അക്ബർ, അക്ബർ ചക്രവർത്തി. ഓപ്ഷൻ സി ഷാജഹാൻ, ഷാജഹാൻ. ഓപ്ഷൻ ഡി ഹുമയൂൺ. ആരായിരിക്കും? ഇവിടെ ഓപ്ഷൻ സി ഷാജഹാൻ എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇനി 80ാമത്തെ ചോദ്യം. വഹദത്തുൽ ഇനായത്തുൽ ഫായിഖ എന്നതിൻ്റെ മീനിങ് എന്താണ് എന്നാണ്. ഓപ്ഷൻ എ ആംബുലൻസ്. ഓപ്ഷൻ ബി ICU. ഓപ്ഷൻ സി ഫസ്റ്റ് എയ്ഡ്. ഓപ്ഷൻ ഡി ജംഗ്ഷൻ. ഇവിടെ ICU എന്നുള്ളതിനാണ് വഹദത്തുൽ ഇനായത്തുൽ ഫായിഖ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 81ാമത്തെ ചോദ്യം. യസ്തഖ്ദിമുൽ മുസമ്മിമു ഒരു ഡിസൈനർ ഉപയോഗിക്കുന്നു. എന്താണ് ഉപയോഗിക്കുന്നത്? ഷാക്കൂഷ്, സമാഅത്ത്, മിജ്റഫത്ത്, അൽ ഹാസൂബ്. ഷാക്കൂഷ് എന്ന് പറഞ്ഞാൽ ചുറ്റിക എന്നാണ്. സമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇയർഫോണാണ്. മിജ്റഫത്ത് എന്ന് പറഞ്ഞാൽ തൂമ്പയാണ്, കൈക്കോട്ട്. അൽ ഹാസൂബ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ. ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ ഡി അൽ ഹാസൂബ് എന്നുള്ളതാണ്. 82ാമത്തെ ചോദ്യം നോക്കൂ. അയിന തൂഫിയ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എവിടെ വെച്ചാണ് മരണപ്പെട്ടത് എന്നാണ്. ഓപ്ഷൻ എ തമിഴ്നാട്. ഓപ്ഷൻ ബി ആഗ്ര. ഓപ്ഷൻ സി ഇലാഹാബാദ്. ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ന്യൂഡൽഹി എന്നുള്ളതാണ് കേട്ടോ. ന്യൂഡൽഹിയിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടിട്ടുള്ളത്. 83ാമത്തെ ചോദ്യം. എൽ അബുൽ വലതു ബിൽ കുറത്തി കുട്ടി പന്ത് കൊണ്ട് കളിച്ചു. ഇഖ്തറിൽ ഫിഅലിൽ മുലാരി മിനൽ ജുംല അതിലെ ഈ ഒരു ജുംലയിൽ, ഈ ഒരു സെൻറ്റൻസിൽ ഫിഅൽ മുലാരി ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുവാനാണ്. എൽ അബു എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി അൽ വലതു. ഓപ്ഷൻ സി ബി. ഓപ്ഷൻ ഡി അൽ ഖുറത്തി എന്നാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? എൽ അബു എന്നുള്ളതാണ് അവിടെ ഫിഅൽ മുലാരി ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്.
84-ാമത്തെ ചോദ്യം നോക്കൂ. മാ ഹുവ ഹയവാനുൽ വത്വനി ലിൽ ഹിന്ദ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലൊബിയുൻ. ലൊബിയൻ എന്ന് പറഞ്ഞാൽ മാന് എന്നാണ്. ബബ്ർ എന്ന് പറഞ്ഞാൽ കടുവ. ഓപ്ഷൻ സി അസദ് സിംഹം. ഓപ്ഷൻ ഡി ഫീലുൻ ആന. ഏതാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്നുള്ളത്? ഓപ്ഷൻ ബി ബബറിൻ എന്നുള്ളതാണ് കേട്ടോ ശരി ഉത്തരം. 85-ാമത്തെ ചോദ്യം. അന ലാഹിബുൻ ഇലൽ മദ്രസ. ഞാൻ സ്കൂളിലേക്ക് പോകുന്നവനാണ് എന്നാണ് സെന്റൻസ്. ഇഖ്തർ ലൊമീർ മിനൽ ജുംല. ഈ ഒരു സെന്റൻസിലെ ലൊമീറിനെ തിരഞ്ഞെടുക്കുവാനാണ്. ലൊമീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നെഹ്നു. ഇതിനാണ് നമ്മൾ ലൊമീർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ലൊമീർ ഏതാണ്? അന എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരി ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. 86-ാമത്തെ ചോദ്യം. മൻ ഹുവ മുഹരിറു ജരീദത്തി അൽ അമീൻ. അൽ അമീൻ എന്ന പത്രത്തിൻ്റെ എഡിറ്റർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അബുൽ കലാം ആസാദ്. ഓപ്ഷൻ ബി മൊഹീദ്ദീൻ മൗലവി. ഓപ്ഷൻ സി മുഹമ്മദ് അലി. ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ആരായിരുന്നു അൽ അമീൻ എന്ന പത്രത്തിൻ്റെ എഡിറ്റർ? ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേട്ടോ. 87-ാമത്തെ ചോദ്യം നോക്കൂ. ലൈലു ഡേഷ് തൊവീലുൻ. പൂച്ചയുടെ വാല് നീളമുള്ളതാണ് എന്നാണ് പറയേണ്ടത്. അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. ഖൈത്തുൻ, അൽ ഖൈത്തോ, അൽ ഖൈത്തി, അൽ ഖൈത്തു. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ദൈലുൽ ഖൈത്തി എന്നാണ് പറയാം. പൂച്ചയുടെ വാല്. ഇതിന് നമ്മൾ മുലാഫും മുലാഫുൻ ഇലേഹി എന്നാണ് പറയുക കേട്ടോ. ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്തി പറയാം. അതിനാണ് മുലാഫുൻ ഇലേഹി എന്ന് പറയുന്നത്. ചേർത്തുന്ന പദത്തിന് മുലാഫ് എന്നും പറയും. ഏതിലേക്കാണോ നമ്മൾ ചേർത്തുന്നത് അതിന് മുലാഫുൻ ഇലേഹി എന്നും പറയും. ടീച്ചറെ നിയമം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മൾ പൂച്ചയുടെ വാല് അല്ലെ, വീടിൻ്റെ മുറ്റം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ മുലാഫുൻ ഇലേഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത് വരുന്ന മുലാഫുൻ ഇലേഹിയുടെ അതിൻ്റെ അവസാനം എപ്പോഴും ജെറായിരിക്കും വരുന്നത് കേട്ടോ. ജെർ എന്ന് പറഞ്ഞാൽ കിസ്റായിരിക്കും വരുന്നത്. അതുകൊണ്ട് വെയിലുൽ ഖൈത്തി എന്ന് തന്നെ പറയണം. മനസ്സിലായല്ലോ. ഇനി 88-ാമത്തെ ചോദ്യം. മാതാ തഖൂലുലി ഹെലികോപ്റ്റർ ഫിൽ ലോത്തിൽ അറബിയ. ഹെലികോപ്റ്റർ എന്നുള്ളതിന് അറബിയിൽ എന്താണ് പറയുക എന്നാണ്. ഓപ്ഷൻ എ അൽമിസ്തോറ. ഓപ്ഷൻ ബി അൽമിർവഹ. ഓപ്ഷൻ ഡി മിർവഹിയ. ഓപ്ഷൻ ഡി അൽമസ്റഹിയ. മിസ്തറ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിൽ എന്നാണ് കേട്ടോ. മിർവഹ എന്ന് പറഞ്ഞാൽ ഫാനിനാണ് മിർവഹ എന്ന് പറയാം. മിർവഹിയ എന്നാണ് ഹെലികോപ്റ്ററിന് പറയുന്നത്. അൽമസ്റഹിയ എന്ന് പറഞ്ഞാൽ നാടകം, ഡ്രാമ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 89-ാമത്തെ ചോദ്യം നോക്കൂ. അൽയൗമുൽ ആലമീലിൽ ഇആഖ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി എന്നാണ് കേട്ടോ. അപ്പോൾ ലോക ഭിന്നശേഷി ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. ലോക ഭിന്നശേഷി ദിനം എന്നാണ്. ഓപ്ഷൻ എ ഡിസംബർ 3. ഓപ്ഷൻ ബി യൂലിയോ 21, ജൂലൈ 21. ഓപ്ഷൻ സി യനായർ 26, ജനുവരി 26. ഓപ്ഷൻ ഡി ഡിസംബർ 18. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഇവിടെ ഓപ്ഷൻ എ ഡിസംബർ 3 ആണ് ലോക ഭിന്നശേഷി ദിനം എന്നറിയപ്പെടുന്നത് കേട്ടോ. 90-ാമത്തെ ചോദ്യം നോക്കൂ. മാ ഹുവൽ ജം ഒലി കലിമത്തി വത്വൻ. വത്വൻ എന്ന് പറയുന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ്. വത്വൻ എന്ന് പറഞ്ഞാൽ രാജ്യം, രാഷ്ട്രം എന്നാണ്. അതിൻ്റെ ജം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഔത്തോന്. ഓപ്ഷൻ ബി വുത്തൂന്. ഓപ്ഷൻ സി വത്വനാ. ഓപ്ഷൻ ഡി മുവാത്തിനൂൻ എന്നാണ്. ഇവിടെ ഓപ്ഷൻ എ ഔത്തോൻ എന്നുള്ളതാണ് വത്വന എന്നതിൻ്റെ ജം ആയിട്ട് വരുന്നത്. 91-ാമത്തെ ചോദ്യം. മൻ അസ്സസ ജാമിഅത്ത് കൂഷിനിൽ ഒലൂമി വ ടെക്നോളജിയ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ കൊച്ചി സർവകലാശാല ആരാണ് സ്ഥാപിച്ചത് എന്നാണ്. ഓപ്ഷൻ എ കെ കരുണാകരൻ. ഓപ്ഷൻ ബി ഉമ്മൻചാണ്ടി. ഓപ്ഷൻ സി പിണറായി വിജയൻ. ഓപ്ഷൻ ഡി സി എച്ച് മുഹമ്മദ് കോയ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സി എച്ച് മുഹമ്മദ് കോയ എന്നുള്ളതാണ്. 92-ാമത്തെ ചോദ്യം. മൻകത്തബ മർലൂമു ബിഅത്തിൻ സലീമ. മൻകത്തബ മർലൂമ ബിഅത്തിൻ സലീമ. ബിഅത്തിൻ സലീമ എന്നുള്ള കവിത, ആ ഒരു കവിത എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മുഹമ്മദ് അൽ ഫാദിൽ സുലൈമാൻ. ഓപ്ഷൻ ബി ഹാഫിദ് ഇബ്രാഹിം. ഓപ്ഷൻ സി അബു അബ്ദുൽ മലിക്. ഓപ്ഷൻ ഡി അഹമ്മദ് ഷൗക്കി. ആരാണ് ബിഅത്തുൻ സലീമ എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത്?
നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ മുഹമ്മദുൽ ഫാദിൽ സുലൈമാനാണ് ബിഅത്തുൻ സലീമ എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത്. 93-ാമത്തെ ചോദ്യം നോക്കൂ. ഹൽ തജി ഉ ഇലൽ മദ്രസ, നീ സ്കൂളിലേക്ക് വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഒരാളോട് നമ്മോട് ചോദിക്കുകയാണ്, നീ സ്കൂളിലേക്ക് വരുന്നുണ്ടോ എന്നായിരിക്കും നമ്മൾ പറയുന്ന മറുപടി. അതെ, ഞാൻ സ്കൂളിലേക്ക് വരുന്നുണ്ട് എന്നായിരിക്കും അല്ലേ. അപ്പം എങ്ങനെയാണ് പറയേണ്ടത്? അവിടെ ഓപ്ഷൻസ് നോക്കൂ. നഅം യജി ഉ ഇലൽ മദ്രസ, അതെ അവൻ സ്കൂളിലേക്ക് വരുന്നു. നഅം തജി ഉ ഇലൽ മദ്രസ, അതെ അവൾ സ്കൂളിലേക്ക് വരുന്നു. നഅം അജി ഉ ഇലൽ മദ്രസ, അതെ ഞാൻ സ്കൂളിലേക്ക് വരുന്നു. ല ഇല്ല തജി ഉ ഇലൽ മദ്രസ, നീ സ്കൂളിലേക്ക് വരുന്നില്ല. ഏതായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻ സി നഅം അജി ഉ ഇലൽ മദ്രസ എന്നുള്ളതാണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഇസ്മിൻ ഖദീമുല്ലി മദീനത്തിൽ മുനവ്വറ ഖബല ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പ് മദീനയുടെ പഴയ പേരെന്തായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ ഉമ്മുൽ ഖുറ, ഓപ്ഷൻ ബി യഥ്രിബ്, ഓപ്ഷൻ സി ബക്ക, ഓപ്ഷൻ ഡി മക്ക. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി യഥ്രിബ് എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 95-ാമത്തെ ചോദ്യം. അൽയൗമുൽ ആലമി ലിൽ ഹുഖൂഖിൽ ഇൻസാനിയ, ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിസംബർ 18, ഓപ്ഷൻ ബി ഡിസംബർ 1, ഓപ്ഷൻ സി ഡിസംബർ 10, ഓപ്ഷൻ ഡി ഡിസംബർ 25. ലോക മനുഷ്യാവകാശ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് ഓപ്ഷൻ സി ഡിസംബർ 10, അതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. 96-ാമത്തെ ചോദ്യം. ഫി ഐസനത്തിൻ നുഷിറത്ത് സ്വഹീഫത്ത് അൽ വഖാഇഉൽ മിസ്രിയ, അൽ വഖാഇഉൽ മിസ്രിയ എന്നുള്ള ആദ്യ അറബി പത്രം അല്ലെ അത് പ്രസിദ്ധീകരിച്ചത് ഏത് വർഷത്തിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1826, ഓപ്ഷൻ ബി 1825, ഓപ്ഷൻ സി 1826, ഓപ്ഷൻ ഡി 1828. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി 1828 അൽ വഖാഇഉൽ മിസ്രിയ എന്നുള്ള പത്രം പ്രസിദ്ധീകരിച്ചത്. 97-ാമത്തെ ചോദ്യം. മൻ ഹുവ അവ്വൽ വസീർ തഅലീം ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ ഡി മൗലാന അബുൽ കലാം ആസാദ്. എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും അത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നറിയുന്നത് ആരായിരുന്നു? അത് മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 98-ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തർ ഷാദ മിനൽ ആത്തിയ, താഴെ കൊടുത്തിട്ടതിൽ നിന്നും കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ്. ഓപ്ഷൻ എ അൽ മദ്റജ്, മദ്റജ് എന്ന് പറഞ്ഞ സ്റ്റെയർ അല്ലെങ്കിൽ ടെറസ്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മദ്റജ് എന്ന് ഉപയോഗിക്കുക. ഖൈഫ് എന്ന് പറഞ്ഞാൽ നീ നിൽക്കുക എന്നാണ്. അൽ മൗഖിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേസ് ആണ് അല്ലേ. അതായത് നമ്മൾ ബസ് സ്റ്റോപ്പ്, മൗഖിഫുൽ ഹാഫില എന്നാണ് പറയുക ബസ് സ്റ്റോപ്പിന്. ഇങ്ങനെ സ്റ്റോപ്പിനാണ് മൗഖിഫ് എന്ന് പറയുന്നത്. മഅബറുൽ മുഷാത്ത് എന്ന് പറഞ്ഞാൽ സീബ്ര ക്രോസിംഗ് ആണ്. ആളുകൾ റോഡ് മുറിച്ച് കടക്കുവാനുള്ള സ്ഥലത്തിനാണ് മഅബറുൽ മുഷാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. ഓപ്ഷൻ എ ആണ് കേട്ടോ. അൽ മദ്റജ് എന്നുള്ളതാണ് അവിടെ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത്. 99-ാമത്തെ ചോദ്യം. മൻ യർഫഉ അലമൽ ഹിന്ദി ഫി യൗമിൽ ജംഹൂരിയ, റിപ്പബ്ലിക് ഡേയിൽ ആരാണ് ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വസീറുൽ മാലിൽ ഹിന്ദി, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ. അതുപോലെ തന്നെ ഓപ്ഷൻ ബി റയീസുൽ വുസറ ഇൽ ഹിന്ദ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഓപ്ഷൻ സി റയീസുൽ ഹിന്ദ്, ഇന്ത്യയുടെ രാഷ്ട്രപതി. ഓപ്ഷൻ ഡി നായിബുർ റയീസുൽ ഹിന്ദ്, ഉപപ്രധാനമന്ത്രി. അപ്പോൾ ആരായിരിക്കും ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് എന്നാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി റയീസുൽ ഹിന്ദ് എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി അവസാനത്തെ ചോദ്യം നോക്കൂ. ഫി ഐ ജാമിഅത്തിൻ ദറസ സ്റ്റീഫൻ ഹോക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിംഗ് പഠിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജാമിയത്ത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ബി ജാമിയത്തുൽ ഖാഹിറ കെയ്റോ യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ സി ജാമിയത്ത് മിസ്ർ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജാമിയത്തു ഇഞ്ചൽത്തറ ഇംഗ്ലണ്ട് യൂണിവേഴ്സിറ്റി എന്നാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജാമിയത്തു കാംബ്രിഡ്ജ് എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ.
ഓക്കെ മക്കളെ, അപ്പോൾ ടീച്ചർ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായി തയ്യാറെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.